ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരു ആഴ്ചത്തെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നും അഴുക്കുകളെ കളയാനും നമ്മുടെ ഒരു ഹെയർ ആൻഡ് സ്കിൻ കെയർ റുട്ടീനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ യോഗ പണ്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്തല്ലേ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യോഗ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാരണവശാലും വലിയ വലിയ ആസനാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഫസ്റ്റ് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ എപ്പോഴും നമ്മൾ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നെക്ക് എക്സസൈസ്, നമ്മുടെ കണ്ണിന് കൊടുക്കുന്ന എക്സസൈസസ്, അതുപോലെ കൈ, കാല്, അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം വലിയ വലിയ യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങുക. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മേലുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടി യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങളെ കുറയ്ക്കാൻ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നന്നായിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ മൊത്തം നമ്മൾ തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ യോഗ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസസ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്കെപ്പോഴും നമ്മുടെ ശരീരത്തെ ഒന്ന് ടോൺ ചെയ്യാനായിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് കൂടുതൽ ഇഷ്ടം. അതിപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കൂടുതലും ഈ ജിം, അതുപോലെ എയറോബിക്സ്, അങ്ങനത്തെ സംഭവങ്ങളെക്കാളും ഒക്കെ അതായത് ബോഡിയെ അവിടെ എനിക്ക് അപ്പോൾ ഒരു സ്ട്രെയിനാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യാറുള്ളത്. അതൊന്നും നല്ലതല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണത്. എനിക്ക് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ബോഡി ഓക്കെ ആക്കുന്നതാണ് എപ്പോഴും താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് യോഗ ചെയ്യാം. നമുക്ക് യോഗയുടെ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫുൾ ചെയ്തിരുന്നു സൂര്യ നമസ്കാരമൊക്കെ, പക്ഷെ ഞാനത് കാണിക്കാത്തതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിന് മുൻപ്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് എപ്പോഴും നമുക്ക് ഒരു ബൗള് ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിറയെ വണ്ടികൾ പോകുന്ന ഒരുപാട് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് വോയിസ് ഓവർ ചെയ്യണത്. ഫ്രൂട്ട്സ്, ഏതെങ്കിലും ഫ്രൂട്ട്സ്, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് മാത്രം കഴിക്കാം. പക്ഷേ ഇത്ര കഴിച്ചാൽ പോരാ, കുറേ കഴിക്കണം കേട്ടോ. അത്യാവശ്യം ഈ ഒരു ബൗൾ നിറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാം. മിക്സ്ഡ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരൊറ്റ ഫ്രൂട്ട് തന്നെ മാത്രം കഴിക്കുന്നതാണ്. വണ്ണം കുറയ്ക്കാനുള്ളവരും അതുപോലെ തന്നെ ബോഡി കറക്റ്റ് ആ ഒരു BMIയിലേക്ക് വരാനും നമ്മൾ വയറ്റിലെ മാലിന്യങ്ങൾ പോകാനും ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വെയിറ്റ് കൂട്ടാനുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ചായയും കാപ്പിയും കുടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം രാവിലെ വേണമെങ്കിൽ വെള്ളം കുടിക്കാം, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ നിറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ മാതള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ബ്ലഡിൻ്റെ അയണിൻ്റെ ഒക്കെ പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ടും ഞാനത് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, ഇന്ന് തലയ്ക്കാനായിട്ട് ഞവരരിയുടെ വെള്ളമാണ് എടുക്കണത്. പണ്ട് തുടങ്ങി ഉപയോഗിച്ചിരുന്നതാണ്. ഞവരരി ആകുമ്പോൾ വേറെ അതിൽ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഒരു പിടി ഇപ്പം എല്ലാവരുടെ വീട്ടിലും കർക്കിടക മാസം ആയതുകൊണ്ട് കർക്കിടക്കഞ്ഞി കുടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് മേടിച്ച് വെച്ചിട്ടുണ്ടാവും, കുറേ പേര് കുടിച്ചിട്ടുണ്ടാവും, കുറേ പേര് കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അരി വെറുതെ കളയണ്ട, അത് പൂത്ത് പോകണ്ട, മുഖത്തിടാൻ നല്ലതാണ്. അതുപോലെ തലയിൽ നമുക്കിടാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് എടുത്ത് വെക്കണം. എല്ലാവരുടെയും പരാതിയാണ് എണ്ണ തേക്കുമ്പോൾ മുടി കൊഴിയണു, അതുപോലെ ജട വേറെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഡീടാങ്കിൾ ചെയ്യുമ്പോൾ ഹെയർ ഒരുപാട് കൊഴിയണു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഈ ഡ്രൈ ഹെയറുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എണ്ണ തേക്കുന്ന പോലെ ഡ്രൈ ഹെയറുകാർ എണ്ണ വെച്ചിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷനിങ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓയിൽ റൊട്ടീൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മുടി ഇട്ടതിന് ശേഷം നമ്മളെപ്പോഴും എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യമൊക്കെ നല്ല ഭംഗിയിൽ തേക്കും. എങ്ങനെ ഇവിടെ നിന്ന് കുറച്ചങ്ങനെ എടുത്ത് തേക്കും, പിന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് തേക്കും, പിന്നെ കുറച്ച് എടുത്ത് തേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വായി തോന്നി പോലെ തേക്കും. ഇവിടെ കുറച്ചേക്കും, ഇവിടെ കുറച്ചേക്കും, ഇങ്ങനെ തേക്കും, ഇങ്ങനെ തേക്കും, പിന്നെ മൊത്തം തേക്കും. അവസാനം മുടിയുടെ തുമ്പത്തൊക്കെ തേച്ചിട്ട് നമ്മൾ കഴിഞ്ഞു പോകും. അപ്പം അതിനും നല്ലത് ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് നമ്മൾ ഇരിക്കുക. സമയത്ത് എൻ്റെ മുടി ഞാൻ കോമ്പ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നതാണ് രാവിലെ. അപ്പം ഇതുപോലെ ഓയിലൊന്ന് ചൂടാക്കുക. കരിഞ്ചീരകം ഇട്ടിട്ടുള്ള നമ്മുടെ എണ്ണ എടുത്തിട്ടുണ്ട്, അത് ഒന്ന് തേക്കുക. നിങ്ങൾ പതുക്കെ തേച്ച് കൊടുത്താൽ മതി. രാത്രി ഇരി കെട്ടി വെക്കുന്നത് കൊണ്ട് എന്താ ഗുണം വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ ജട ഉണ്ടാവില്ല, അപ്പോൾ ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി എണ്ണ തേക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. എല്ലാവരും എണ്ണ തേക്കാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഹെയർ കെയർ എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളോടാണ് പറയുന്നത്, പതുക്കെ തേച്ചാൽ മതി. രാവിലെ നിങ്ങൾക്ക് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുകയാണെങ്കിൽ
ഫുൾ ഡേ നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാം കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അത് കഴിക്കാം. അല്ലാത്തവർ എന്ത് ചെയ്യുക, രാവിലെ ഏതെങ്കിലും ഫ്രൂട്ട്സ് എടുക്കാം, നോ പ്രോബ്ലം. ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കണം. ചീപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നെക്സ്റ്റ് ലെയർ എടുക്കുക. ഇതെന്തിനാ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടിയില്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ദിവസമേ പറയുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെയാണ് ഡീപ്പ് ഓയിലിംഗ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പൊടി പൊടി പോലെ ഉണ്ട് ശ്രുതി എങ്ങനെയാണ് പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടി പൊടി പോലെ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പൊടി പൊടി പോലെ വരും. പൊടി പൊടി സ്കാൽപ്പ് ഇങ്ങനെ പോരുന്നത്. നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെയല്ലേ. മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറായിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊലി ഇങ്ങനെ ഉരസുമ്പോൾ വെള്ളപ്പാട് ഇങ്ങനെ പൊടി പൊടി പോലെ വരാറില്ലേ, അത്രേ ഉള്ളൂ കഥ. അതുതന്നെയാണ് സ്കാൽപ്പിൽ. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ സ്കാൽപ്പ് നമ്മൾ ക്ലീൻ ചെയ്യണം. അത് അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നെക്സ്റ്റ് ലെയർ എടുക്കുക. ഇങ്ങനെ പറയട്ടെ. അപ്പം അവിടെ ആയില്ലോ. ഓരോ ഇഴകൾ എടുത്ത് പറ്റുന്നവരുണ്ട്. ആദ്യം നമ്മൾ സ്കാൽപ്പാണ് എന്ത് ചെയ്യേണ്ടത്, എണ്ണ വരട്ടേണ്ടത്. അതിനുശേഷം മാത്രം മുടിയിലേക്ക് കൊണ്ടുപോവുക. അപ്പം നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ ഉണ്ടാവും. അവിടെ പരട്ടുക. എണ്ണ പരട്ടിയിരിക്കുന്ന സമയത്ത് ഹെയർ എന്താണ് കുറച്ചും കൂടെ വെയിറ്റ് വരുന്ന സമയമാണ് എണ്ണ പറ്റിക്കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ വലിക്കരുത്. വലിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഹെയർ കൂടുതൽ പോരും. നമ്മളിപ്പം ഇവിടുത്തെ മസാജ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക. കയ്യിന് ഭാരം വരരുത്. ഞാൻ കഴിഞ്ഞ എപ്പോഴൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസാജ് ചെയ്യുമ്പോൾ കയ്യിന് ഭാരം കൊടുക്കണ്ട. നഖം ഉള്ളവർ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, നമുക്കതൊന്നും ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്, ഇഴകൾ എടുക്കുക. പൊട്ട് പരട്ടിയാൽ മതി, ഒരുപാട് ഒന്നിട്ട് അമർത്തി വരയ്ക്കട്ടെ. അപ്പോൾ ആ ഇഴ എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ ഇഴയുടെ റൂട്ടിൽ നമുക്ക് ഓയിൽ ചെയ്യാം. ദിസ് ഇസ് ഡീപ്പ് ഓയിലിംഗ്. വെറുതെ നമ്മളെല്ലാവരും ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയെന്ന് വരില്ല. അതാണ് പറയണത്. എൻ്റെ ഈ ഹെയറൊക്കെ ഈ ഫസ്റ്റ് സെഷൻ ഡെഡ് ഹെയർ ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മെടഞ്ഞിട്ടിട്ടിട്ടിട്ടിട്ട് ഡെഡായതായിരുന്നു. പിന്നെ അത് ഓയിൽ റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മോയ്സ്ചറൈസർ കൊടുത്ത് ഇനി നമുക്ക് താളി ഇടണം. ഡീപ്പ് ഓയിലിംഗ് കൊടുക്കുന്ന എണ്ണ തലയിൽ വെക്കുന്നത് നല്ലതല്ല. നല്ലപോലെ എണ്ണ പറ്റുന്ന ദിവസം താളി ഇട്ടിട്ട് കഴുകി കളയാം. ഷാമ്പു എന്നോട് ഒരുപാട് പേര് ഷാമ്പു ഏതാ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹെർബൽ ഷാമ്പു ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കെമിക്കൽ ബോണ്ടിങ് അടുത്ത ഷാമ്പുവിന് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഇവിടെ നിർത്തിയിട്ട് സ്വിച്ച് ചെയ്യും അടുത്തയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെയറിൻ്റെ ടെക്സ്ചർ മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആര് ചോദിച്ചാലും ഷാമ്പു അതൊന്ന് പറയാത്തത്. നിങ്ങൾക്ക് ഏത് ഷാമ്പു, ഹെർബൽ ഷാമ്പൂസ് ഉപയോഗിക്കാം, വേറെ മാറ്റി യൂസ് ചെയ്യണ്ട. താളിയാകുമ്പോൾ പിന്നെ നമുക്ക് ഏത് വേണമെങ്കിൽ പറയാം. രാവിലെ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്തിരിക്കാം. പറമ്പിൽ ഇന്നലെ ഞാൻ കൊണ്ടിട്ട കസാരയാണ് കിടക്കുന്നത്, എടുത്ത് വെച്ചിട്ടില്ല. മഴ പെയ്ത കാരണം പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഒച്ച ഉണ്ടെന്നേ, രാത്രി ഡോർ തുറന്നിട്ട് അപ്പം അകത്ത് കയറും. രാവിലെ ആ പോമഗ്രാനൈറ്റ് കഴിച്ചു, പിന്നെ 3-4 കാഷ്യൂ നട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ വിശപ്പ് പോയി.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം ഞാനിപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി എൻ്റെ കറക്റ്റ് വെയിറ്റാണ്. ഇനി ഞാൻ വെയിറ്റ് കുറഞ്ഞാൽ എൻ്റെ പണി കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ ചെയ്യുക. ഓക്കെ, കണ്ടാ ഡിഫറൻസ് കണ്ടാ, നമ്മളിങ്ങനെ ഓയിൽ ചെയ്യണം. ചിലരുടെ എന്താ വെച്ചാൽ ഓയിൽ ചെയ്ത് കഴിഞ്ഞാലും ഹെയർ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്യുക. അതപ്പോൾ നിങ്ങൾ ശരിക്കും പറ്റണില്ല എന്നാണ് അർത്ഥം. ഇനി നോക്കുക എവിടെയാണ് ഓയിൽ ഇല്ലാത്തത് നോക്കുക. പ്രത്യേകിച്ച് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രുതി ചുരുണ്ട് കയറിയിരിക്കണു. അതിൻ്റെ മെയിൻ കാരണം നിങ്ങളുടെ ഹെയർ കനമില്ല. ചിലപ്പോൾ നിങ്ങൾ ഓയിൽ ചെയ്യുന്ന രീതി ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ ഭക്ഷണം ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിലും ഇതുണ്ടാവാം, മുടിയിലും ശരീരത്തിലും. അടുത്ത സെക്ഷൻ എടുക്കുക. ഇതേപോലെ തന്നെ ഓയിൽ ചെയ്യാം. ഞാൻ മൊത്തം ഓയിൽ കാണിച്ചത് ബോറടിക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, എട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. 5, 6, 6എണ്ണം. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. ഇത് ഇപ്പോൾ കൊഴിഞ്ഞതാണ്. അതായത് എണ്ണ തേച്ചപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് അപ്പോൾ ഇപ്പോൾ എത്ര ഏകദേശം അത്രയും മുടി കൊഴിഞ്ഞു. ഇനി കുളി കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് മുടി അവിടെ കൊഴിയും. കുളിക്കുന്ന സമയത്ത് കൊഴിയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് ഇരിക്കുന്ന സമയത്ത് മുടി കോമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും കുറച്ച് കൊഴിയാറുണ്ട്. രാത്രി കെട്ടി വയ്ക്കുമ്പോഴും മുടി കൊഴിയും. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ മുടിയുടെ ഈ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്തും അതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 15 minutes to 20 minutes ഇങ്ങനെ വെക്കും. എന്നാലും അതൊന്ന് അബ്സോർബ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ താളിയിട്ടിട്ട് കുളിക്കാം. താളി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളിത് 1 week ട്രൈ ചെയ്യണം. എണ്ണ ആഴ്ചയിൽ 1-2 ദിവസം, ഡ്രൈ ഹെയറുകാർക്ക് 2 ദിവസം ചെയ്യാം. അപ്പോൾ അത് നല്ല മാറ്റം വരും നിങ്ങളുടെ ഹെയറിന് കേട്ടോ. ഇങ്ങനെ തന്നെ എണ്ണ ചെയ്യണം, എണ്ണ ഇടണം. നമുക്ക് താളി ഉണ്ടാക്കാം. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് സാധാ കഞ്ഞിവെള്ളമല്ല, നമ്മുടേത്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് എന്താ വേണ്ടത്, നമുക്ക് തലയിൽ തേക്കാൻ താളി വേണം അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളിലം താളിയാണ്. വെള്ളിലം താളി കണ്ടിട്ടുണ്ടാവുമല്ലോ. വെള്ളിലം താളി കാണാത്തവരുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ എന്താണ് വെള്ളിലം താളി എന്നുള്ളത്. ചെമ്പരത്തിയുടെ അതേപോലെ തന്നെയാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഇത് തേപ്പിച്ചിട്ടാണ് പണ്ട് കുളിപ്പിക്കുക. ഇതുപോലെ ഓറഞ്ച് പൂവും, സംശയമൊന്നും വേണ്ട, ഓറഞ്ച് പൂവ് അതുപോലെ വെള്ള ഇങ്ങനെ പൂവ് കണ്ടോ ഇതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അതിൻ്റെ ഇലയും ഉണ്ടാവും. ഇതാണ് വെള്ളിലം താളി എന്ന് പറയുന്നത് കേട്ടോ. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലാതെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ അറിയാം, നാട്ടുപ്രദേശത്ത് ജീവിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്താണ് വെള്ളിലം താളി എന്ന്. ഇതിപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടാ, അയ്യോ കാണില്ല അല്ലേ. കണ്ടാ, ഇത്തയുടെ തൊട്ടപ്പുറത്ത് ഞാൻ പറയാറില്ല മുസ്ലിം ഫാമിലി ഉണ്ടെന്ന്. ഭയങ്കര എന്താ പറയുക, അത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇവിടെ. അപ്പം ഇത്തയുടെ അവിടെ നിറയെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി ഞാൻ ഇസ്കിയതാണ് ഇപ്പോൾ ഇത്തോട് ചോദിച്ചിട്ട്. ഇത്ത പറഞ്ഞു അറിയുണ്ടായില്ലേ ശ്രുതി, ഇന്നലെ കുറേ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വന്ന് പൊട്ടിച്ചോളം പറഞ്ഞിട്ടപ്പം ചെമ്പരത്തി എൻ്റെ കഴിഞ്ഞു തുടങ്ങി. അപ്പം ഞാനത് വെള്ളം താളി എടുക്കണത്. ഇത് നമ്മുടെ ഞവര അരി ഞാൻ ചോറ് ഇട്ടുണ്ടായിരുന്നു ഞവരയുടെ. അപ്പോൾ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കഞ്ഞിയുടെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടുക. ഇത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് അതിൽ വെക്കുക. കൈ പൊള്ളി.
അതിൽ വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്, നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ പിഴിഞ്ഞ് കിട്ടും. കുറച്ച് നേരം ഇതിൽ കിടന്നിട്ട് ചൂടിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങട്ടെ. ഇനി നിങ്ങളുടെ കയ്യിൽ താളിയില്ല, അപ്പം സംശയം ചോദിക്കും, ശ്രുതി ചേച്ചിയെ താളിയില്ല എന്താ ചെയ്യേണ്ടത് ചോദിക്കും. ഷാമ്പൂ ഇട്ടിട്ട് കഴുകിക്കളയാം, ഹെർബൽ ഷാമ്പൂ. നിവൃത്തിയില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പറമ്പിൽ അന്വേഷിക്കുക, എന്താണ് താളിക്ക് പകരം ഷാമ്പൂവിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നതെന്ന് അന്വേഷിക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് ശരിയാവും. ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ താളിയാവുകയെന്ന്. ഇനിയിപ്പോൾ നമ്മൾ താളി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായിട്ട് അതിൽ കിടന്ന് വെന്തു. നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയൊക്കെ കണ്ട ഇതിങ്ങനെയാവും. ഞാൻ പിഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ചെമ്പരത്തിയുടെ അതേപോലെ തന്നെയാണ് ഇതും. ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി പിഴിഞ്ഞ് നമുക്ക് പിഴിഞ്ഞ് ശരിക്കും താളി ഇങ്ങോട്ട് എടുക്കണം. ചെമ്പരത്തി കഴിഞ്ഞുകൊണ്ട് ഞാനത് പോയി എടുത്തു. ഇനി കുറച്ച് ദിവസം തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന തോന്നുന്നു. ഒന്ന് അരിച്ചിട്ട് എടുക്കാം, കാരണം ഇതിൽ വെള്ളം മറ്റേ ഈ ഇലയുടെ ഇതൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് തലയിലിട്ട് കഴുകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും മുടി ചിലപ്പോൾ പോരും. അപ്പോൾ എന്ത് വേണം, നല്ലോണം അരിച്ചെടുക്കണം. ഞവരയുടെ ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് ചെയ്യാം. ഒട്ടും തന്നെ മെഴുക്കോ അങ്ങനത്തെ കാര്യങ്ങളോ നമ്മൾ ഈ കോട്ടിങ്ങിനൊക്കെ ഇടില്ലേ അരിയിൽ, അതൊന്നും ഇല്ല ഇതിൽ ഞവര അരിയിൽ കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് തേക്കാൻ പറയണത്. ഇനി ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. നെയ്യിൽ തേക്കുന്നതിന് മുന്നേ ഈ സംഭവം തേച്ച് പിടിപ്പിച്ചിട്ട് നിൽക്കുക. നെയ്യിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താളിയിട്ടിട്ട് വാഷ് ചെയ്യുക. ഇതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. യൂസ്ഫുൾ ആയിരിക്കും, 100% യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ.